സ്ത്രീ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വന്തം പ്രയത്നത്താൽ വിവിധ മേഖലകളിൽ ജീവിത വിജയം നേടിയ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് മേരി ജോർജ്. ഞാനിവിടെ പേരാമ്പ്രയിൽ ഹീൽ ഓട്ടിസം സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ നടത്തി വരികയാണ്. ഇവിടെ ഓൺലി ലേഡീസ് സ്റ്റാഫാണുള്ളത്. ഇവിടെ ഞങ്ങളുടെ പ്രത്യേകത മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു നോർമൽ സ്കൂളിൽ ഒരു കുട്ടിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റീസ്, ഓക്യുപേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, മ്യൂസിക് തെറാപ്പി, കമ്പ്യൂട്ടർ ക്ലാസ്, സ്വിമ്മിംഗ് ക്ലാസ്, പെറ്റ് തെറാപ്പി എന്ന് തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള ഫെസിലിറ്റിയോടും കൂടിയിട്ട് നടത്തുന്ന ഒരു റെസിഡൻഷ്യൽ സ്കൂളാണിത്. ഇത് തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. ഇത് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 25 വർഷമായിട്ട് കുവൈറ്റിൽ ഓട്ടിസം സെൻറ്റർ നടത്തി വരികയായിരുന്നു. പക്ഷേ അവിടെ പ്രായപൂർത്തിയായ കുട്ടികൾക്കും അല്ലാതെ നാട്ടിൽ നിർത്തണം എന്ന് ഉദ്ദേശിക്കുന്ന പേരൻസിനും നല്ലൊരു സ്ഥാപനം ഇല്ല എന്നുള്ള അവരുടെ ഒരു റിക്വസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾക്ക് നാട്ടിലൊരു സ്ഥാപനം ഇങ്ങനെ തുടങ്ങിയാൽ നല്ലതായിരിക്കും പേരൻസിനെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടെ 50ഓളം കുട്ടികളുണ്ട്. എല്ലാ ഫെസിലിറ്റികളോടും കൂടിയിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം തുടക്കത്തിൽ മുതൽ തന്നെ വെച്ചിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് റെസിഡൻഷ്യൽ ആയതുകൊണ്ട് നമ്മൾ ഡയറ്റ് കീപ്പ് ചെയ്യുന്നതുകൊണ്ടും എല്ലാ തെറാപ്പി പ്രോപ്പറായിട്ട് കിട്ടുന്നതുകൊണ്ടും അവരിലുള്ള ബിഹേവിയർ മോഡിഫിക്കേഷൻ ഒത്തിരി ബെറ്ററായിട്ടുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയാനും, അതുപോലെ തന്നെ അവർ നോർമൽ ലൈഫിലേക്ക്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒത്തിരി സാധിച്ചിട്ടുണ്ട്. ഈ 20-25 വർഷമായിട്ട് ഞങ്ങൾ കുവൈറ്റിൽ നടത്തിയ ആ ഒരു ട്രെയിനിങ്ങിനേക്കാളും ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ട്രെയിനിങ്ങാണ് ഈ 1.5 വർഷം കൊണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റിയത്. അത് നമ്മുടെ നാടിൻ്റെ ഗുണമായിരിക്കാം. നാട്ടിലെ സൗകര്യങ്ങളുടെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. പുറമേയുള്ള സ്കൂളുകളിലൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമുക്കിവിടെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്കൂളിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണങ്ങൾ നമ്മുടെ പേരൻസും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നതിൽ മെയിനായിട്ട് സ്പീച്ച് തെറാപ്പി ഇൻഡിവിജ്വൽ സ്പീച്ച് തെറാപ്പി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അവർക്ക് അറ്റൻഷൻ കുറവുള്ള കുട്ടികളായിരിക്കും, ഐ കോണ്ടാക്റ്റ് കുറവുണ്ടായിരിക്കും, കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇൻഡിവിജ്വൽ സ്പീച്ച് തെറാപ്പി നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് റൂമായിരിക്കും. അതിലവരെ പഠിപ്പിക്കുന്ന മെറ്റീരിയൽസിലേക്ക് മാത്രം ലൈറ്റ് കൊടുത്തുകൊണ്ട്, അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ വേറെ എങ്ങും പോവാതെ ആ മെറ്റീരിയൽസിലേക്ക് അല്ലെങ്കിൽ ആ തെറാപ്പിസ്റ്റിൻ്റെ ലിപ്സ് മൂവ്മെൻറ്റിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കിട്ടാവുന്ന രീതിയിലുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു തെറാപ്പി സിസ്റ്റമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ബോഡി ബാലൻസിങ്, അതുപോലെയുള്ള ഫിസിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള എക്സർസൈസുകളും അത് ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും കൊടുക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള തെറാപ്പിസ്റ്റുകളും അസിസ്റ്റൻസുമാരുണ്ട്. പിന്നെ സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിൽ, ഓഡിറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ട് സെൻസറി റൂം തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സെൻസറി ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും കൂടിയുണ്ട്. പിന്നെ കമ്പ്യൂട്ടറിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ ഓട്ടിസം കുട്ടികളാണെങ്കിലും അവർക്ക് കമ്പ്യൂട്ടറിൽ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ തെറാപ്പി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് പ്രത്യേകം സ്റ്റാഫുണ്ട്. പിന്നെ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഓട്ടിസം കുട്ടികൾക്ക് പല കഴിവുകളുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരിലുള്ള കഴിവുകൾ കണ്ടുപിടിക്കാനായിട്ട് ഓർഗൺ വായിക്കുന്ന കുട്ടികളുണ്ട്, ഡ്രംസ് പഠിക്കുന്ന കുട്ടികളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ വോക്കൽ ആയിട്ട് പാട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഡാൻസ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട് അതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ടീച്ചേഴ്സ് അവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇവിടെ കരാട്ടെ ക്ലാസ് ഉണ്ട്, സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്, ഹൈഡ്രോതെറാപ്പിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റീസ്, എല്ലാ കഴിവുകളും ഇവരിലുള്ള കഴിവുകളെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം ആർട്ട് വർക്ക്. ഇവരിൽ ചില കുട്ടികൾക്ക് നല്ലപോലെ വരയ്ക്കാനായിട്ടുള്ള കഴിവുള്ള കുട്ടികളുണ്ട്. ഓരോന്നും ഉണ്ടാക്കാൻ നമ്മൾ കാണിച്ചു കൊടുത്താൽ അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ട് കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമിൽ 5 സ്റ്റുഡൻസാണ്. 5 സ്റ്റുഡൻസിന് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അറ്റൻഷൻ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ ടീച്ചറുടെ കോൺസെൻട്രേഷൻ പോവാതെ കുട്ടികളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്ന സിസ്റ്റത്തിൻ്റെ കരിക്കുലത്തിൻ്റെ പേര് ടീച്ച് എന്ന പ്രോഗ്രാമാണ്. ടീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ടീച്ചറും 5 സ്റ്റുഡൻസേ ഉണ്ടാവുള്ളൂ. അതുമാതിരി തന്നെ ക്ലാസ് റൂമിൽ ഇൻഡിപെൻഡൻറ്റ് ഏരിയ, 1-to-1 ഏരിയ, ടൈം ടേബിൾ ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഏരിയാസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ക്ലാസ് റൂം കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ടൈം ടേബിൾ അനുസരിച്ച് ഒരു ഹാഫ് ആൻ അവർ ആയിരിക്കും ഒരു കുട്ടിക്ക് ഒരു സെക്ഷൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ബോറിംഗ് ആവുന്നില്ല, ഐഡിയലായിട്ട് ഇരിക്കേണ്ടി വരുന്നില്ല. ഒരു ക്ലാസ്സിൽ ഹാഫ് ആൻ അവർ മ്യൂസിക്കിന് പോയി കഴിഞ്ഞാൽ ഹാഫ് ആൻ അവർ കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് പോയി അത് അവരുടെ ട്രാൻസാക്ഷൻ കാർഡ് ഉപയോഗിച്ച് ടൈം ടേബിൾ അനുസരിച്ച് ഓരോ കുട്ടികളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സിസ്റ്റം ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ആ സിസ്റ്റം അവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവരുടെ ലൈഫിലും അവർക്ക് അതുമാതിരി സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു നോർമൽ ലൈഫിലേക്ക്, അക്കാഡമിക്കിൽ പറ്റില്ല ആയിരിക്കാം, പക്ഷേ അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ ടീച്ച് പ്രോഗ്രാം എന്നിട്ടുള്ള കറിക്കുലം ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഗുരുകുല സമ്പ്രദായമാണ്. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സാണ്. അവർ കുട്ടികളുടെ കൂടെ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് 24 hours ട്രെയിനിങ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ 1.5 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു ചേഞ്ചസ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ടീച്ചേഴ്സ് അവരുടെ കൂടെ തന്നെ കിടക്കുന്നു, പഠിക്കുന്നിടത്താണെങ്കിലും അവർക്ക് ട്രെയിനിങ്, ബ്രഷിങ്, ബാത്തിങ്, എല്ലാ ടോയ്ലറ്ററി ട്രെയിനിങ്, അതുപോലെ തന്നെ എല്ലാ ട്രെയിനിങ്ങും ഒരു ലൈഫിലേക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ട എല്ലാ ട്രെയിനിങ്ങും ഈ ടീച്ചേഴ്സ് കൂടെ ഉള്ളത് കൊണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡയറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ ഇവിടെ തന്നെ സ്കൂളിലെ കൃഷിത്തോട്ടത്തിൽ തന്നെയാണ് മാക്സിമം വെജിറ്റബിൾസ് എല്ലാം കൃഷി ചെയ്തെടുക്കുന്നത്. പോയ്സൺ ഇല്ലാത്ത ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അതിന് വേണ്ടിയിട്ട് തന്നെ വേറെ ജോലിക്കാരുണ്ട്. പിന്നെ പെറ്റ് തെറാപ്പി, അവർക്ക് അത് എങ്ങനെയാണ് ഇതിനെയൊക്കെ വളർത്തുന്നത്, ഫീഡ് ചെയ്യുന്നത്, അവർക്ക് അവരുടെ ഭക്ഷണം, മൃഗങ്ങൾ എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്, ഇതിൻ്റെ സൗണ്ട്സ്, ബേബീസ്, ഇതിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പെറ്റ് തെറാപ്പി ഉണ്ട്. പിന്നെ ഹൈഡ്രോതെറാപ്പി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൂടെ കുട്ടികളുടെ കോർഡിനേഷൻ, കോൺസെൻട്രേഷൻ, സ്പീച്ച് ഈ സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ടാണ് കുട്ടികൾ സ്പീച്ച് റൂമിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ ബെറ്ററായിട്ട് ഈ സ്വിമ്മിംഗ് പൂളിൽ അവർ സ്പീച്ച് തെറാപ്പി പോലും അവിടെ ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ട് സ്വിമ്മിംഗ് പൂൾ വളരെ ബെനിഫിറ്റാണ് കുട്ടികൾക്ക്. ഇതിപ്പോൾ പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതിൻ്റെ ഭാഗം വേറെയുണ്ട്, സ്പോർട്സ് ഉണ്ട്. പിന്നെ സ്റ്റേജ് പ്രോഗ്രാമിനുള്ള പ്രാക്ടീസുകളെല്ലാം ഇവിടെ തന്നെ ഓഡിറ്റോറിയത്തിലെല്ലാം പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് പുറത്തൊരു സ്റ്റേജിൽ പോയാലും ആ സ്റ്റേജ് ഫിയർ ഇല്ലാതെ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാക്സിമം അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ട് ലേഡീസ് മാത്രം കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഹീൽ ഓട്ടിസം സെൻറ്റർ. ഇപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രെയിനിങ് ആൻഡ് അവരുടെ ഡയറ്റ്, ഇതിലൂടെ വരുന്ന മാറ്റങ്ങളാണ്. മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ഫിക്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പേരൻസിൻ്റെ അറിവോട് കൂടിയിട്ട്, അല്ലെങ്കിൽ പേരൻസ് പറയുന്ന ആ ഒരു റിക്വസ്റ്റ് അനുസരിച്ചിട്ടുള്ള മെഡിക്കേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഇവരിലെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ അഡ്മിഷൻ കൊടുത്തിട്ടുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് പഠിച്ചു. അവർ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തിയേറ്ററിലൊക്കെ പോകും കുട്ടികളായിട്ട്. തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓട്ടിസം കുട്ടി തിയേറ്ററിൽ ഇരുന്ന് ഫുൾ ടൈം ഒരു ഫിലിം കാണുക, അല്ലെങ്കിൽ ചർച്ചയിൽ പോയിട്ട് ഒരു ഫുൾ മാസ് കാണുക എന്ന് പറഞ്ഞാൽ പേരൻസിന് അത് എന്താ പറയുക, വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ സ്റ്റുഡൻസ് അതെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ സൺഡേ അവർ മാസിന് പോകുന്നുണ്ട്, ഫുൾ മാസ് അവർ കാണുന്നുണ്ട്. തിയേറ്ററിൽ പോയി കഴിഞ്ഞാലും ഫുൾ ഫിലിം അവർ കാണുന്നുണ്ട്. ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാലും അവരുടെ ആ റൂട്ടിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി മാറ്റങ്ങളും ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മോസ്റ്റ് ഓഫ് ദം സ്റ്റുഡൻസും കുവൈറ്റിൽ ഞങ്ങളുടെ അവിടുത്തെ സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടികളാണെങ്കിൽ പോലും അവിടെ ഇത്രയും വർഷങ്ങൾ കൊടുത്ത ട്രെയിനിങ്ങിൽ നിന്നും ഈ ഒരു വർഷം കൊണ്ട് വന്ന അമേസിങ് ഇമ്പ്രൂവ്മെൻറ്റ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാടിൻ്റെ ഗുണമായിരിക്കാം, പിന്നെ നാട്ടിലുള്ള ഫെസിലിറ്റീസ് അതൊക്കെ ഈ കുട്ടികളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രെയിനിങ്, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് അവരെ ഇൻഡിപെൻഡൻറ്റ് ലൈഫിലേക്ക് അവരെ ലീഡ് ചെയ്തിട്ടുണ്ട്. പേരൻസ് എല്ലാവരും വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടുത്തെ സ്റ്റാഫിനും വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു മേഖലയാണിത്. സംസാരിക്കാൻ പറ്റാത്ത കുട്ടികൾ ഒരു അമ്മ അല്ലെങ്കിൽ അപ്പ, ടാറ്റ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പേരൻസിൻ്റെ. അതുപോലെ തന്നെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത കുട്ടികളുണ്ട്. ഒരു സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു ഫംഗ്ഷൻ വന്നാൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവരെയൊക്കെ ഫംഗ്ഷന് കൊണ്ടുപോയി മറ്റു കുട്ടികളെ പോലെ തന്നെ അവരവിടെ അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിനെ സംബന്ധിച്ച് അത് ഒത്തിരി അനുഗ്രഹം ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ പേരൻസും വളരെ ഹാപ്പിയാണ്, ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഇവരുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ടിട്ട് എല്ലാ തെറാപ്പിയും ഒരുമിച്ച് കൊടുത്തത് കൊണ്ടുള്ള, അല്ലെങ്കിൽ ഡയറ്റും കൂടി നോക്കുന്നത് കൊണ്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്
അതിൽ നിന്ന് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒത്തിരി എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. കുവൈറ്റിൽ ഞങ്ങൾ 25 വർഷമായിട്ട് ഇങ്ങനെ സ്ഥാപനം നടത്തിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോൾ അവിടുത്തെ പേരൻസിന് എല്ലാവർക്കും ഒരു വലിയൊരു സങ്കടമാണ്. നാട്ടിൽ നമുക്കൊരു നല്ലൊരു സ്ഥാപനം ഇല്ല. അതുവരെ ഒത്തിരി പേരൻസ് പറഞ്ഞിട്ടുണ്ട്, വെക്കേഷന് നാട്ടിൽ ചെന്നിട്ട് കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ വേറൊരു അറ്റം വരെ ഞങ്ങൾ അന്വേഷിച്ച് നടന്നാൽ ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എല്ലാ ഫെസിലിറ്റിയോടും കൂടി അത്രയും ഹൈജീനായിട്ടുള്ള ഒരു സ്ഥാപനം പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞങ്ങൾ ലീവ് കഴിഞ്ഞ് തിരിച്ച് മോനെയും കൊണ്ടുപോകുന്ന ഒരു റെസിഡൻഷ്യൽ സ്കൂൾ നല്ലതില്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേരൻസ് നമ്മളോട് പറയാറുണ്ട്. പക്ഷെ നമ്മൾ അന്നൊന്നും അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. പിന്നീടാണ് ഞങ്ങൾക്ക് തോന്നിയത്, അല്ല നമുക്ക് നാട്ടിൽ ഏതായാലും നാട്ടിൽ ഞങ്ങൾ വരുന്നു, നാട്ടിൽ സെറ്റിലാവണം, അപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ ഏതെങ്കിലും പേരൻസിന് ഉപകാരമാകട്ടെ എന്നും കൂടി ഓർത്തുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത്രയും ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ളൊരു സ്ഥാപനം ഇനി കേരളത്തിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിച്ചിരിക്കുന്നത്. പിന്നെ പേരൻസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സ്ഥാപനങ്ങളിൽ വിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും വീട്ടിൽ നമുക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ശതമാനം അവരെ ഇൻഡിപെൻഡൻറ്റ് ലൈഫിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അക്കാഡമിക്കിലത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. അക്കാഡമിക്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്ന കുട്ടികളുണ്ട്, അറ്റ്ലീസ്റ്റ് അവരുടെ പേര് വായിക്കാനും എഴുതാനും അതെല്ലാം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഒരു ഓട്ടിസം ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സൊസൈറ്റിയിൽ ജീവിക്കാനായിട്ടാണ് നമ്മൾ മോർ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. അത് നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ നല്ലപോലെ ട്രെയിൻ ചെയ്യിക്കണം. അതിന് ഏതെങ്കിലും പേരൻസിന് എന്തെങ്കിലും അഡ്വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഫ്രീ ആയിട്ട് അങ്ങനെയുള്ള സർവീസുകൾ ചെയ്യുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി വരാവുന്ന ഒരു സ്ഥാപനമാണ്. എല്ലാം ഫ്രീ ആയിട്ടുള്ള സർവീസാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫോണിൽ കൂടെ ആണെങ്കിലും ബന്ധപ്പെടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ തെറാപ്പിസ്റ്റുകളുടെ അഡ്വൈസിൽ നിന്ന് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഹെൽപ്പ് ഞങ്ങൾ എല്ലാ പേരൻസിനും ചെയ്തു തരുന്നുണ്ട്. കാരണം പേരൻസ് അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്കറിയാം. കാരണം ഞാൻ ഈ കുട്ടികൾ 10-25 വർഷമായിട്ട് ഇങ്ങനെയുള്ള ഓട്ടിസം കുട്ടികളുടെ കൂടെ ജീവിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ആ പേരൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും അവരനുഭവിക്കുന്ന വേദനകൾ എത്രമാത്രം ഉണ്ടെന്നും നല്ലപോലെ അടുത്തറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സ്ഥാപനത്തിന് പറ്റാവുന്ന അത്രയും ഹെൽപ്പ് ഏത് പേരൻസിന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്താണെങ്കിലും ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഫ്രണ്ട്സാണ് എല്ലാ ടീച്ചേഴ്സും കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ തമ്മിലൊരു നല്ലൊരു ബന്ധം വേണം, എന്നാലേ നമുക്ക് അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അവരെ ഗെയിമിലൂടെ ഇപ്പോൾ നമ്മൾ റൂമിലിരുന്ന് തന്നെ പഠിപ്പിക്കണമെന്ന് യാതൊരു നിയമവും ഇല്ല. ഇപ്പോൾ കുട്ടികൾക്ക് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കലേ അവരെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിപ്പിക്കാം. അതുപോലെ തന്നെ പേരൻസ് ടീച്ചേഴ്സായിട്ടുള്ള നല്ലൊരു ബന്ധം അവരെപ്പോഴും അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഇവിടുത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ബുക്കുകളുണ്ട്. അതിൽ ആ ടീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും എഴുതി കൊടുത്തു വിടും. അതുമാതിരി തന്നെ പേരൻസിന് വീട്ടിലെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർ ടീച്ചേഴ്സിന് വായിക്കാനായിട്ട് എഴുതി കൊടുത്തു വിടും. അത് വന്നു പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട്. റെസിഡൻഷ്യലായിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാ റെക്കോർഡ്സും അന്നാന്ന് ടീച്ചേഴ്സ് എഴുതി എല്ലാം മിക്ക പേരൻസ് വരുമ്പോൾ അതെല്ലാം അവരെ സബ്മിറ്റ് ചെയ്ത് കാണിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകുന്നൊരു സമ്പ്രദായമാണ്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം, എന്നാലേ ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേരളത്തിലുള്ള കുട്ടികളാണ് എന്ന് പറഞ്ഞാൽ പേരൻസ് കുറച്ച് പേരൊക്കെ പുറത്ത് വെളിയിലുള്ളവരുണ്ട്, പിന്നെ ഇവിടെ നാട്ടിലുള്ള കുട്ടികളുണ്ട് കുറച്ച് പേരുണ്ട്. പക്ഷേ പുറമെന്ന് കുറേ റിക്വസ്റ്റുകൾ വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ബ്രാഞ്ചും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ അങ്ങനെ എല്ലാം പഠിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ 1.5 വർഷമായിട്ടുള്ള ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. പക്ഷേ കൂടുതൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഓട്ടിസം കുട്ടികൾക്കാണ് കൂടുതൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി തന്നെ ഇപ്പോൾ നമുക്ക് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇവിടെ. അപ്പോൾ 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വൊക്കേഷണൽ ട്രെയിനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്ഥാപനം ഇതിനോട് കൂടി തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഡ്രീമാണ്. കാരണം ഒത്തിരി പേരൻസ് ഇതുപോലെ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് വേണ്ടിയിട്ട് 15 വയസ്സ് കഴിഞ്ഞ ഓട്ടിസം കുട്ടികൾ വീട്ടിലിരുത്താൻ പറ്റില്ല, എന്നാൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല. അങ്ങനെയുള്ളൊരു സ്റ്റേജിൽ ഒത്തിരി പേരൻസ് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു സ്ഥാപനം പണിയണം എന്ന് ആഗ്രഹമുണ്ട്. സാധാരണ നമ്മളിപ്പോൾ ഒരു കുട്ടി സ്പെഷ്യൽ നീഡ് കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ പേരൻസ് ഒത്തിരി വേദനിക്കുന്നുണ്ട്. ആ പേരൻസ് തന്നെയല്ല, ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും. ഫസ്റ്റായിട്ട് ഞാൻ പറയുന്നത്, അവരെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവരുടെ ഒരു നോട്ടവും ഭാവവും അത് ശരിക്കും പേരൻസിനെ ഹെർട്ട് ചെയ്യും. എനിക്ക് പേരൻസിനോട് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരോടാണ് പറയാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയുള്ളൊരു കുട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കുട്ടിയുടെ കൂടെ സഞ്ചരിക്കുന്ന പേരൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അവരെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. അവരെ ആ കുഞ്ഞുങ്ങളെ തുറിച്ച് നോക്കി അവരെ എന്തോ ഒരു വലിയൊരു അത്ഭുത ജീവിയായിട്ട് നമ്മൾ കാണരുത്. നമ്മളെപ്പോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കാൻ അർഹതപ്പെട്ട എല്ലാ അവകാശങ്ങളോടും കൂടിയും ജീവിക്കേണ്ട, നമ്മളെക്കാളും കൂടുതൽ റെസ്പെക്റ്റ് കൊടുത്ത് നമ്മൾ കൊണ്ടുവരേണ്ട കുഞ്ഞുങ്ങളാണ് അവർ. അപ്പോൾ അവരുടെ മാതാപിതാക്കളെ നമ്മൾ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അവർ നോക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം, അവർ സഹിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഈ സ്പെഷ്യൽ നീഡ് കുട്ടികളുടെ പേരൻസിനെ.
ആ പേരൻസിന് വേണ്ടി എന്തൊക്കെ സഹായം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അത്രയും നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക അല്ലെങ്കിൽ ആ പേരൻസിനെ ഒന്ന് പുച്ഛിച്ച് തള്ളുക, ഒരിക്കലും അത് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ ഇവർ മാലാഖ കുഞ്ഞുങ്ങളാണ്. സത്യത്തിൽ നമ്മൾ അവരെ ഒരു മാലാഖ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ എന്താ ചെയ്യുക? ആ റെസ്പെക്റ്റോടു കൂടി ആ സ്നേഹത്തോടു കൂടി അവരെ ട്രീറ്റ് ചെയ്യുക. ആ പേരൻസിന് വേണ്ടിയിട്ട് മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. എവിടെയെങ്കിലും നമ്മളിപ്പോൾ തിയേറ്ററിലോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മോളിലോ അങ്ങനെയുള്ള ഒരു കുട്ടിയായിട്ട് ഒരു പേരൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പറ്റാവുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ ആ കൊച്ചിനെ ഇങ്ങനെ നോക്കി അല്ലെങ്കിൽ ആ പേരൻസിനെ ഇങ്ങനെ നോക്കി അവരൊന്നും കൂടി ഹർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാതെ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക നല്ല സന്തോഷത്തോടെ. നമുക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം സഹിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും ഒന്ന് ആ ഒരു ഫീലിങ്സ് ഒന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ നമുക്ക് പറ്റും. ഒത്തിരി പേരൻസ് ഇപ്പോൾ കോവിഡിലാണെങ്കിൽ ഒത്തിരി നഴ്സുമാരുടെ കുട്ടികളായിരുന്നു എൻ്റെ സ്റ്റുഡൻസ്. അപ്പോൾ അവർക്ക് നഴ്സുമാർക്ക് നൈറ്റ് ഡ്യൂട്ടി പോകണം, മിനിസ്റ്റർ ചെയ്യണം, അവർക്ക് ലീവ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ഓട്ടിസം കുട്ടികൾ ചിലപ്പോൾ ഹൈപ്പറായിട്ടുണ്ട്, ഉറക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ആ മാതാപിതാക്കൾ എൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കെടുത്തി ഉറക്കിയിട്ടാണ് ഞാനാണ് ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാറ്. അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ ഞാൻ നൈറ്റ് നോക്കാറുണ്ട്. രാവിലെ ഈ കുട്ടികളുടെ കൂടെ ഫുൾ ടൈം ഞാൻ ജോലി ചെയ്തിട്ടും നൈറ്റിലും അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ എനിക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കണം. ഇങ്ങനെയുള്ള പേരൻസിനെ ഒത്തിരി സഹായിക്കണം നമ്മൾ. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പേരൻസിനോടാണെങ്കിലും നമ്മുടെ സമൂഹത്തിനോടാണെങ്കിലും പറയാനുള്ളത്, നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഇഗ്നോർ ചെയ്യാതിരിക്കുക. അവരെ മറ്റു കുഞ്ഞുങ്ങളെക്കാളും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുക. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ചില പേരൻസും ഉണ്ട് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് മറ്റുള്ളവർ അറിയും എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി അവരെ ഇങ്ങും കൊണ്ടുപോകാതിരിക്കുക, മറ്റുള്ളവരോട് അറിയിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? അവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കാൻ, നമ്മളെപ്പോലെ തന്നെ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരവും അവർക്കും ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ മറ്റുള്ളവരുടെ ഒരു സഹായം നമുക്കുണ്ടാവില്ല. പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവർ എന്ത് പറയും എന്ത് ചിന്തിക്കും എന്നൊക്കെ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മക്കളെ നമ്മളെ മാക്സിമം ഷോപ്പിങ്ങിനായാലും നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും അവർ കൊണ്ടുപോകുക. ആ കൊണ്ടുപോകുന്നതിൽ നിന്ന് അവർ കുറേ കാര്യങ്ങൾ പഠിക്കും. ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മോളിൽ പോയി കഴിഞ്ഞാൽ അവർ എത്ര കാര്യങ്ങൾ പഠിക്കും. അത് മറ്റുള്ളവർ കാണാവോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ പള്ളിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ്. അവരുടെ ആ ഇമ്പ്രൂവ്മെൻറ്റിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മുടെ ഒരു ക്രൗഡിൻ്റെ മുന്നിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ അവരോട് കിടന്ന് വാശി പിടിച്ചേക്കാം, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം. പക്ഷേ അതെല്ലാം നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇൻഡിപെൻഡൻറ്റ് ലൈഫിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് എല്ലാവരും നമ്മൾ കൊണ്ടുപോവുക, എല്ലാം കൊണ്ട് നടന്ന് കാണിക്കുക, അവരെ മനസ്സിലാക്കുക. മറ്റുള്ള സൊസൈറ്റി എന്ത് വിചാരിക്കുമെന്ന് ഒരു പേരൻസും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരാൾ ഹൈഡ് ചെയ്ത് വെച്ചാലൊന്നും തീരുന്ന ഒരു പ്രശ്നമല്ലത്. അതുകൊണ്ട് എല്ലാ പേരൻസിനോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തിറക്കാതിരിക്കരുത്. അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റി, എല്ലാ തെറാപ്പികളും കൊടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ സൊസൈറ്റിയും അങ്ങനെയുള്ള പേരൻസിനും കുഞ്ഞുങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുക, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാത്രിക്കും ഏത് സമയത്തും പേരൻസിന് കയറി വരാവുന്ന ഒരു സ്ഥാപനമാണ്. അല്ലെങ്കിൽ എന്താവശ്യമായിട്ട് കയറി വന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു പേരൻറ്റിന് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നപ്പോൾ അവർ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോകും, എവിടെ നിർത്തും, ഹോസ്പിറ്റലിൽ നിർത്താൻ പറ്റില്ല, വീട്ടിൽ നിർത്താൻ പറ്റില്ല. അങ്ങനെയുള്ള പേരൻസിനൊക്കെ ഞങ്ങൾ ഒത്തിരി സഹായം ചെയ്യുന്നുണ്ട്. കാരണം ആ കുഞ്ഞിനെ ഒരാഴ്ച ഞങ്ങളിവിടെ നിർത്തി നോക്കുന്നുണ്ട്. അവരെ ഹോസ്പിറ്റലിൽ എല്ലാ പ്രോബ്ലംസ് തീർന്നതിന് ശേഷമാണ് നമ്മൾ ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ സഹകരിച്ച് ഇങ്ങനെയുള്ള പേരൻസിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എത്രയോ നല്ലതായി തീരും.